ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖമാണ്. ഞാനിന്നേ ഹോസ്പിറ്റലിൽ പോയി വരാമെന്ന് വിചാരിച്ചങ്ങാണ്ട് ഒരുങ്ങിയതാണ്. ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വരണമെങ്കിൽ തന്നെ 3 മണിയൊക്കെ ആവും. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പോവുകയാണ്. പിന്നെ സെലിത്താത്താൻ്റെ സൗണ്ടല്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെലിത്താത്താൻ്റെ സൗണ്ടല്ല മക്കളെ, ഞാൻ പറഞ്ഞല്ലോ സെലിത്താത്താൻ്റെ അഞ്ചത്തിയാണ് ഞാൻ. എൻ്റെ പേര് ഖദീജയാണെന്ന് പറഞ്ഞു. സെലിത്താത്താൻ്റെ അഞ്ചത്തിയാണ് ഞാൻ. സെലിത്താത്താക്ക് സുഖമാണ്. സെലിത്താത്ത പണിക്ക് പോയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെലിത്താത്ത പണിക്ക് പോയതാണ്. സെലിത്താത്താക്ക് പണിയുണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. നാളെ ഇനിയിപ്പോൾ പോയി ടെസ്റ്റൊക്കെ കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് നാളെ ഞാനൊരു വീഡിയോ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് പിന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യൂട്യൂബിൽ വരുന്നവരൊക്കെ ശ്വാസകോശത്തിന് പ്രശ്നമുള്ളവരാണെന്ന്. അത് എന്താ മക്കളെ ചെയ്യണത്? ഞാനൊക്കെ 5 വർഷമായി ഇങ്ങനെ ചികിത്സയായിട്ട് നടക്കണേ. എല്ലാ ഗതിയും മുട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. എന്തെങ്കിലും കിട്ടണത് ഒരു മരുന്നിനോ ഗുളികക്കോ എന്തെങ്കിലും ഒരു സഹായം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മരുന്നിന് തന്നെ വേണം ഒരു മാസത്തിൽ 5000 റുപ്യ 6000 റുപ്യ. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ പൈസ വേറെയും വരും. പിന്നെ എനിക്ക് കാര്യമായിട്ട് ബ്ലഡ് കുറവാണ്, വളരെ കുറവാണ്. ബ്ലഡിന് എന്താണെന്ന് വെച്ചാൽ ഈ 5 വർഷമായിട്ടും 5 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് 2-3 ഓപ്പറേഷൻ കഴിഞ്ഞു, ആക്സിഡൻറ്റ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ കൊറോണ വന്നിട്ടുണ്ട് എനിക്ക്. ഇതൊക്കെ ആയി 3-4 പ്രാവശ്യം ബ്ലഡ് കയറ്റി, അതിലൊന്നും കൺട്രോളായിട്ടില്ല. ഇപ്പോൾ കുറച്ച് മരുന്ന് കയറ്റിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. 7 പോയിൻറ്റിൽ വന്നിട്ടുണ്ട്. 4 പോയിൻ്റ് ഉള്ളിന്നു. വളരെ മോശമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എൻ്റെ വിഷമങ്ങൾ പറയല്ല കേട്ടോ. ചോദിച്ചപ്പോൾ അങ്ങനെ ശ്വാസകോശത്തിൻ്റെ പ്രശ്നമുള്ളവരാണല്ലോ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ്, നമ്മളിപ്പോൾ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും. നിങ്ങളെ അഭിപ്രായം നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.